ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഇലക്ട്രോണിക്സ് വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ടല്ല നമ്മൾ മാസ്റ്റർ പീസിൽ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൂടാണ്. ചൂട് കൊണ്ട് സൂര്യാഘാതം ഏൽക്കുന്നു, കുറേ ആളുകൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും, കാഴ്ചകൾ നഷ്ടപ്പെട്ടവർ ഇവിടെ അടുത്ത് എൻ്റെ പ്രദേശത്ത് തന്നെ അരീക്കോട് അടുത്ത് ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് ഒരാളുടെ കണ്ണിന് സൂര്യാഘാതം ഏൽക്കുകയും കാഴ്ച വരെ മങ്ങിയതായിട്ടൊക്കെ പത്രത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇറക്കാൻ പറ്റിയ, നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ഇതാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യാഘാതം എങ്ങനെ ഏൽക്കും, അതുപോലെ തന്നെ അത് ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ അത് ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെ ആയിരിക്കും. എന്തായാലും അറിയാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, കോപ്പറേറ്റഡ് അല്ല. അപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് എന്നുള്ള രീതിയിലാണ് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, സൂര്യാഘാതം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ താപനില, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ദൈവം തന്ന ഒരു കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു താപനില നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക തരം കഴിവ്. ആ ഒരു കഴിവ് അതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ചൂട് വരുന്ന സമയത്ത് ഈ താപനിയന്ത്രണ സംവിധാനം തകരാറിലാകുക, നമ്മുടെ ശരീരത്തിലുള്ള താപനിയന്ത്രണ സംവിധാനം തകരാറിലാകുക എന്നുള്ള ഒരു പ്രോബ്ലമാണ് ഈ സൂര്യാഘാതം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാവുക. അപ്പോൾ നമുക്ക് താങ്ങാവുന്നതിലപ്പുറം ചൂട് അന്തരീക്ഷത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള താപനിയന്ത്രണ സംവിധാനം തകരാറിലാകുമ്പോൾ സൂര്യാഘാതം നമുക്ക് ഏൽക്കുന്നു. ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇത് സൂര്യാഘാതം ഏറ്റതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ലക്ഷണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ഒരാൾക്ക് സൂര്യാഘാതം ഏറ്റു എന്ന് നമുക്ക് ഒരു സംശയമുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഉയർന്ന താപനില, ചൂട് നന്നായിട്ട് ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. അതാണ് ഒന്നാമത്തേത്. അതുപോലെ തന്നെ ശക്തമായ തലവേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുക, ഛർദി, ശരീരം ചുവന്ന് വരണ്ട് നിൽക്കുക, പൊള്ളിയതായിട്ടുള്ള ഭാഗങ്ങൾ കാണുക, അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി, ഒരു പ്രത്യേകതരം വിഭ്രാന്തിയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൂര്യാഘാതം ഏറ്റു എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ ഇനി സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ഏകദേശം ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് സൂര്യാഘാതം ഏറ്റു എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ അദ്ദേഹത്തെ നല്ല തണലുള്ള ഒരു സ്ഥലത്തേക്ക് കടത്തുക. AC-യോ ഫാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തണുപ്പുള്ള സ്ഥലമുണ്ടെങ്കിൽ അതിലേക്ക് കിടത്തുക. ഞാൻ പറഞ്ഞത് പുറത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിയില്ല, അതുകൊണ്ട് നല്ലൊരു തണലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് കിടത്തുക. അതിനുശേഷം അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം കട്ടി കൂടിയതാണെങ്കിൽ അത് ഒഴിവാക്കുക. അത് നീക്കം ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം കിട്ടുമെങ്കിൽ അത് ശരീരത്തിൽ ഒന്നാകെ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കൊടുക്കുക. സലാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല തണുത്ത സലാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിന് ബോധക്ഷയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഈ സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാം, നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അതിലെ കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ മലപ്പുറത്തേക്ക് പാലക്കാട് വഴി പോന്നിരുന്നു. ആ സമയത്ത് വണ്ടി മുഴുവനായിട്ട് AC-യിലാണുള്ളത്. ഞാൻ പണ്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു, നിങ്ങൾക്കറിയാമായിരിക്കും. ഒരു മാസമല്ല, ഒരു 20 ദിവസം മുമ്പ് കോയമ്പത്തൂരിലെ ചികിത്സാ രീതി അല്ലെങ്കിൽ കണ്ണിനും വേണ്ടി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിൻ്റെ 3ാമത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി വരുന്ന സമയത്ത് 39 ഡിഗ്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചൂട്. AC, വാഹനത്തിനുള്ളിലുള്ള AC ഇട്ടിട്ടും ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റാറിങ്ങിൽ വരെ ഭയങ്കര ഹീറ്റ്. അപ്പോൾ പുറത്തുള്ള കാര്യം പറയേണ്ട ആവശ്യം, ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഇറങ്ങിയിട്ടേ ഇല്ല, നേരെ അങ്ങനെ പോകുന്നതൊക്കെയാണ്. അപ്പോൾ
വളരെ ഹീറ്റാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് എന്ന് പറയാം. എല്ലാവർക്കും എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നിന്നൊക്കെ മാറട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാം എന്തൊക്കെ ശ്രദ്ധിക്കണം സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടി, അതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് ഫസ്റ്റ് തന്നെ കുട്ടികളുടെയും വയസ്സായിട്ടുള്ള ആളുകളുടെയും പറയാം. 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും അതുപോലെ തന്നെ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ പുറത്തേക്ക് ഇറക്കുകയോ അല്ലെങ്കിൽ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുകയോ ചെയ്യരുത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് താപ നിയന്ത്രണ സംവിധാനം വളരെ കുറവായിരിക്കും അവരുടെ ശരീര പ്രകൃതി അനുസരിച്ച്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജോലിക്ക് പോകുന്ന ആളുകൾ, അടുത്തും അതുപോലെ തന്നെ ബിൽഡിംഗ് വർക്കിനൊക്കെ പോകുന്ന വെയിൽ കൊള്ളുന്ന സാധാരണ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അവരുടെ ജോലിയുടെ സമയം മാറ്റണം. 11 മണി മുതൽ 3 മണി വരെ എടുക്കാത്ത രീതിയിൽ, ജോലി ചെയ്യാത്ത രീതിയിൽ രാവിലെ ഇറങ്ങുകയും വൈകുന്നേരം കൂടുതൽ സമയം ജോലി എടുക്കുന്ന ഒരു ഷെഡ്യൂളിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. കാരണം ഈ ഒരു സമയത്ത് സൂര്യാതാപം ഏൽക്കാൻ അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഈ ഒരു സമയം ഒഴിവാക്കുക. ഈ ഒരു സമയത്ത് വെയിൽ എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ കൊള്ളാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യാഘാതം ഏൽക്കാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വസ്ത്രം, ഇന്ന് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഇപ്പോൾ സമയം 9 മണിയായി. ഇപ്പോൾ തന്നെ കണ്ടോ, ഞാൻ തന്നെ വിയർത്താകെ ഇല്ലാതായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ചൂട് തുടങ്ങി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് ഡ്രസ്സുകൾ തന്നെ നമ്മൾ ധരിക്കുക, അല്ലെങ്കിൽ ഇളം കളറുള്ള ഡ്രസ്സുകൾ ധരിക്കുക. ഡാർക്ക് കളർ, കറുപ്പ് പ്രത്യേകിച്ച്, അതുപോലെയുള്ള ഡാർക്ക് കളറുകൾ ഒഴിവാക്കുക. അത് പെട്ടെന്ന് ചൂടിനെ വലിച്ചെടുക്കാൻ സാധ്യത കൂടുതലുള്ള ഡ്രസ്സുകളാണ്. നിങ്ങളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ള ഡ്രസ്സുകൾ നിങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റിൽ അല്ലെങ്കിൽ മഞ്ഞയുടെ ലൈറ്റ്, അതുപോലെയുള്ള ലൈറ്റ് കളറുകൾ ഡ്രസ്സുകളും ധരിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വലിയ കട്ടിയുള്ള അല്ലെങ്കിൽ വട്ടമുള്ള തൊപ്പി, അതുമല്ലെങ്കിൽ തോർത്ത് മുണ്ടുകളൊക്കെ തലയിൽ ധരിക്കാൻ ശ്രദ്ധിക്കുക. കൂളിംഗ് ഗ്ലാസുകൾ വെക്കണമെങ്കിൽ, സൂര്യത്തിനെ ചെറുക്കാനുള്ള കൂളിംഗ് ഗ്ലാസുകൾ നമ്മൾ വെക്കാൻ കഴിയുമെങ്കിൽ അതും വെക്കുക. അഥവാ എങ്ങാനും നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നാൽ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പല ആളുകളും പല സാഹചര്യത്തിലും ജീവിക്കുന്ന ആളുകളുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വട്ടമുള്ള തൊപ്പിയോ തലപ്പാവോ അല്ലെങ്കിൽ നമ്മൾ മുണ്ടോ തോർത്ത് മുണ്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനലുകളും വാതിലുകളും നമ്മൾ അടച്ചിടരുത്. കാറ്റുകൾ പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനത്തിൻ്റെ രീതിയിൽ തന്നെ അത് തുറന്നിടുക. മുഴുവൻ ജനലുകളും വാതിലുകളും തുറന്നു വെക്കുക പകൽ സമയത്ത്. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സൂര്യാഘാതം ഏൽക്കാതിരിക്കും. സൂര്യൻ്റെ മുന്നിൽ വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞത്, കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ 4,40,000 സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അറിയപ്പെടുന്ന ആളുകൾ ഇതിലുണ്ട്. നിങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇറക്കിയത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണം. ആർക്കും ഒന്നും വരാതെ ഇരിക്കട്ടെ എന്ന് വളരെയധികം മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അങ്ങാടികളിൽ ചെന്ന് കഴിഞ്ഞാൽ കാറുകൾ നിർത്തും, വെയിലത്തായിരിക്കും, ചിലപ്പോൾ പാർക്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലത്ത് കാറുകൾ നിർത്തി അതിൽ കുട്ടികളൊക്കെ നിർത്തി പോകുന്ന പല പ്രവണതകൾ കണ്ടിട്ട് അത് വളരെ അധികം വേറെ പല പല പ്രശ്നങ്ങളും അതിനുണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് എന്തായാലും അത് ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ വലിയ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക, നിസ്സാരമാക്കി കാണരുത്. അത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ശരീരത്തിൽ വരാൻ സാധ്യതയുണ്ട്, മരണം വരെ സംഭവിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും വേണ്ട, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും നിങ്ങൾ ബുദ്ധിമുട്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രമിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു തവണ കൂടി അത് പറയാൻ കാരണം, സാധാരണ കോപ്പിറൈറ്റഡ് വീഡിയോസാണ് വരാറുള്ളത്, ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അവരുടെ ജീവൻ ഈ ഒരു മെസ്സേജ് കൊണ്ട് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് രക്ഷിക്കൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സൂര്യാഘാതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.